ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ സ്കിൻ കെയറിലെ 4ാമത്തെ സ്റ്റെപ്പ്, അതായത് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ മുഖക്കുരു ഉള്ളവർക്ക് ചേരുന്ന കുറച്ച് ഫേസ് വാഷസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ നമ്മൾ മുഖക്കുരു ഉള്ളവർക്ക് ചേരുന്ന കുറച്ച് ടോണേഴ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കണ്ടു നോക്കണം. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ട് 3ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ മുഖക്കുരുവിനെ ട്രീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ ആ സ്റ്റെപ്പിൽ ചിലപ്പം സെറംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ്, ജെല്ല്, അങ്ങനത്തെ ആക്നി ട്രീറ്റ്മെൻറ്റ് പ്രോഡക്ട്സ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഞാൻ അതിനകത്ത് അതായത് ഈ സെറം വീഡിയോയിൽ ഞാൻ സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ് സെറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓയിൻമെന്റ് ആയിട്ട് ആസിലിക് ആസിഡിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ ആക്നി ഓയിൻമെന്റ്സിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോയിൽ സെറംസ് മാത്രം ചെയ്തത്. പിന്നെ സെറംസിൽ ഞാൻ ആസിലിക് ആസിഡ് സെറം വന്നപ്പോൾ ആസിലിക് ആസിഡ് സെറം അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ആസിലിക് ആസിഡിന്റെ ഓയിൻമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആക്നി പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ കൊടുക്കുന്ന, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഹൈഡ്രേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് ഈ സെറം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. നമ്മൾ മുഖക്കുരു ഉള്ളവർക്ക് ചേരുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുന്നേ എൻ്റെ സ്കിൻ ടൈപ്പ് പറയാം. എൻ്റെ സ്കിൻ ടൈപ്പ് ചൂടുള്ള സമയത്ത്, സമ്മർ സീസണിലൊക്കെ ഒരു ഓയിലി കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ തണുപ്പ് സമയത്തൊക്കെ, മഴക്കാലവും അങ്ങനത്തെ ഒരു ഡിസംബർ ആ ഒരു സമയത്തൊക്കെ ഒരു കോമ്പിനേഷൻ ടു ഡ്രൈ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ജെൽ മോയ്സ്ചറൈസർ പറയും, പിന്നെ ക്രീം മോയ്സ്ചറൈസറും പറയും, പിന്നെ ബാം മോയ്സ്ചറൈസേഴ്സും പറയും. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറയുന്ന മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ആ മോയ്സ്ചറൈസറിന്റെ ടെക്സ്ചറിന്റെ ഒരു ഓർഡറിലായിരിക്കും പറയുന്നത്. മനസ്സിലായോ? അതായത് ആദ്യം ഞാനൊരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ പറയും, അതായത് നല്ല ഓയിലി ആക്നി പ്രോൺ സ്കിന്നിന് ചേരുന്ന മോയ്സ്ചറൈസർ ആദ്യം പറയും. ആ ടെക്സ്ചർ ഒന്നിങ്ങനെ ഒരു തിക്നെസ്സിലോട്ട് വരുന്ന ആ ഒരു ഓർഡറിലായിരിക്കും ഞാൻ പറയുന്നത്. ലാസ്റ്റ് പറയുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ, അതായത് ഡ്രൈ ആക്നി സ്കിന്നിന് ചേരുന്ന മോയ്സ്ചറൈസർ ആയിരിക്കും ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കും പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മോയ്സ്ചറൈസർ സെബാമെഡ് ക്ലിയർ ഫേസ് കെയർ ജെൽ. ഇതൊരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്. കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെത്. ഇത് നമ്മൾ ഇടുന്ന ആ സമയത്ത് തന്നെ ഇതങ്ങ് അബ്സോർബ് ആവും. കണ്ടോ? അപ്പോൾ നല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ വേണം ഇടാനുള്ളത്. പിന്നെ ഈ മോയ്സ്ചറൈസറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊരു പ്ലെയിൻ സിമ്പിൾ മോയ്സ്ചറൈസർ ആണ്. ഒരു ഓയിലി ആക്നി പ്രോൺ സ്കിന്നിന് ചേരുന്ന ഒരു പ്ലെയിൻ സിമ്പിൾ മോയ്സ്ചറൈസർ ആണിത്. ഇത് ടീനേജേഴ്സിനൊക്കെ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ്. ഈ ഒരു മോയ്സ്ചറൈസറിൽ അലോവേര ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, പാന്തനോൾ ഉണ്ട്, അലൻറ്റോയിൻ ഉണ്ട്. അലോവേര സ്കിന്നിനെ സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈലറോണിക് ആസിഡ് ഒരു ചെറിയ ഹൈഡ്രേഷൻ കൊടുക്കും. പാന്തനോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്കിൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അലൻറ്റോയിൻ റെഡ്നെസ്സും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഓയിലി സ്കിന്നിന് ചേരുന്ന ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്. ഇത് 50 ml പ്രോഡക്റ്റ് ആണ്. നൈക്കയിൽ ഇതിന്റെ റേറ്റ് 550 ആണ്. പിന്നെ ടിറയിൽ ഇതിന്റെ റേറ്റ് 511 ആണ്. ഇനി അടുത്തത് ഈ ഒരു ഫോർമുല RXന്റെ ബാരിയർ റിലീഫ് ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ. ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ആണെന്ന്. ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകും. അപ്പോൾ ഇതും ഒരു ഓയിലി ആക്നി പ്രോൺ സ്കിന്നിനൊക്കെ ചേരുന്ന ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ അങ്ങനത്തെ മുഖക്കുരു ഉള്ള സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഈ ഒരു മോയ്സ്ചറൈസറിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സെറമൈഡ് ആണ്. സെറമൈഡ്സ് നമ്മൾ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സെറമൈഡ്. അപ്പോൾ ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സെറമൈഡ്സ് ആണ്. ഇത് 50 ഗ്രാം ആണ്. ഇതിന്റെ റേറ്റ് ടിറയിൽ 594, നൈക്കയിൽ 629. അടുത്തത് ഈ ഒരു ആക്നി മോയിസ്റ്റ് ക്രീമാണ്. ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ ചേരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ കണ്ടൻസ് അങ്ങനെ സെറമൈഡ്സോ അങ്ങനത്തെ കണ്ടൻസ് ഒന്നുമില്ല. ഇതൊരു സാധാ മോയ്സ്ചറൈസർ ആണ്, ഒരു പ്ലെയിൻ മോയ്സ്ചറൈസർ ആണ്. ജസ്റ്റ് നമ്മളെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ തരുന്ന, ഒരു മോയ്സ്ചറൈസിങ് തരുന്ന അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം. നമ്മൾ മുഖക്കുരുള്ള സ്കിന്നിന് ചേരുന്ന ഒരു സാധാ മോയ്സ്ചറൈസർ. ഇത് ഞാൻ സാലിസിലിക് ആസിഡോ ആസിലിക് ആസിഡോ
അങ്ങനത്തെ ആക്നി ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അല്ല. ചില ദിവസങ്ങളിൽ നമ്മൾ സ്കിന്നിന് ഒരു ബ്രേക്ക് എടുക്കുമല്ലോ, അങ്ങനെ ആക്നി ട്രീറ്റ്മെൻറ്റ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്ത അങ്ങനത്തെയൊക്കെ ദിവസങ്ങളിൽ നമുക്കൊരു പ്ലെയിൻ മോയ്സ്ചറൈസർ മാത്രം ഇന്ന് ഇട്ടാൽ മതി, അങ്ങനെ തോന്നുന്ന ദിവസമൊക്കെ ഞാൻ ഇടുന്നൊരു മോയ്സ്ചറൈസറാണ് ഇത്. ഇതിന് ചെറിയൊരു മണമുണ്ട്. അപ്പം ആ ഒരു മണത്തിനൊരു സൂത്തിങ് എഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസറിനോട് എനിക്കൊരു അഡിക്ഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഒരു തവണ ഇട്ട ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് പിന്നെ എപ്പോഴും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. ഇത് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നിന് നന്നായിട്ട് ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. ടെക്സ്ചർ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഒരു ക്രീമി ടെക്സ്ചറാണ്. പക്ഷേ നമുക്ക് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നിന് ആവശ്യത്തിനുള്ളൊരു ഹൈഡ്രേഷൻ തരുന്ന ഒരു ടെക്സ്ചറാണ് ഇതിന്. ഇത് 60 ഗ്രാമാണ്. ഇതിൻ്റെ റേറ്റ് ഒരു 500-നകത്ത്, ഒരു 450 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഇതാണ് അടുത്ത മോയ്സ്ചറൈസർ. ഇത് ബയോഡെർമയുടെ അറ്റോഡം ക്രം അൾട്ര എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. രാത്രി നമ്മൾ ആക്നി ട്രീറ്റ്മെൻറ്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇടാൻ പറ്റിയ എനിക്ക് നല്ല ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നത് ഞാൻ പറയാം. ഒന്ന്, ചൂടുള്ള സമയത്തൊക്കെ എൻ്റെ സ്കിൻ ടൈപ്പ് ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷേ രാത്രി ആക്നി ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡ്രൈ ആവും. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഡ്രൈ സ്കിന്നാവും. അപ്പോൾ എൻ്റെ സ്കിന്നിന് കുറച്ച് ഒരു ഹൈഡ്രേഷൻ വേണം. അപ്പോൾ ഹൈഡ്രേഷനും കിട്ടും. കഴിഞ്ഞ സെറം വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ അസിലിക് ആസിഡൊക്കെ ഇടുമ്പോൾ ചെറിയൊരു കുത്തുന്നത് പോലെ ഒരു ചെറിയൊരു ചൊറിച്ചലോ അങ്ങനെയൊക്കെ കാണുമെന്ന്. അങ്ങനത്തെ ഇറിറ്റേഷനൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതൊരു ഇച്ചിരി തിക്കാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആക്നി മോയ്സ്റ്റിനെയും പിന്നെ ഫോർമുല RXനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇച്ചിരി തിക്കാണ്. കാരണം ഇത് കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. എന്നാൽ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഹെവി ഫീലിങ്ങും ഇല്ല. എന്നാൽ നമ്മളെ സ്കിന്നിന് വേണ്ട ആവശ്യത്തിനുള്ള ഒരു ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിയാസിനമൈഡും പിന്നെ omega-369 ഉണ്ട്. omega-369 ഒക്കെ നമ്മളെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഇത്രയും ഉണ്ട്, 200 ml ഉണ്ട്. ഇത് എന്തായാലും കുറേ നാൾ, അതായത് 1 വർഷമൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം രാവിലത്തെ സ്കിൻ കെയറിൽ ഇത് യൂസ് ചെയ്യുന്നില്ല, രാത്രി മാത്രം ഇത് യൂസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും 1 വർഷമൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടിറയിൽ ഇതിൻ്റെ റേറ്റ് 699, നൈക്കയിൽ ഇതിനൊരു 712 ആ ഒരു റേറ്റിലാണ്. കുറേ നാൾ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ബോഡിയിലും യൂസ് ചെയ്യാം. ബോഡി സ്കിന്നിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി സ്കിന്നിൽ ഇത് യൂസ് ചെയ്യാം. ആക്നി ട്രീറ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ്സിനെ മാറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ, ചെറിയ റെഡ്നെസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചൊറിച്ചലോ ഇങ്ങനെ കുത്തുന്ന പോലെ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവും. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സൂത്ത് ചെയ്യുന്ന, കാം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഉള്ള പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് ഒരു സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇതാണ് ലനീജ് സിക്ക സ്ലീപ്പിംഗ് മാസ്ക്. ഇതൊരു കൊറിയൻ പ്രോഡക്റ്റ് ആണ്. ഈ കൊറിയൻ സ്കിൻ കെയറിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് സിക്ക, സെൻഡല ഏഷ്യാറ്റിക്ക. സെൻഡല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ ആ പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഈ സ്കിൻ കെയർ പ്രോഡക്ട്സിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സിക്ക എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡ്നെസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാനും സ്കിൻ ബാരിയറിനെ ഒന്ന് റിപ്പയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സിക്ക. ഇതൊരു സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. കണ്ടോ, ഇത് കുറച്ചും കൂടി തിക്കാണ്. നേരത്തെ കാണിച്ച ബയോഡെർമയേക്കാളും ഇത് കുറച്ചും കൂടി തിക്കാണ് ഇതിൻ്റെ ടെക്സ്ചർ. കണ്ടോ, ഇത് സെൻസിറ്റീവ് ആക്നി സ്കിന്നിനൊക്കെ ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. സ്ലീപ്പിംഗ് മാസ്ക് അല്ല, അപ്പോൾ ഇത് രാത്രി ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. രാവിലെ ആകുമ്പോൾ നമ്മളെ മുഖത്തെ സ്കിന്ന് ഇച്ചിരി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്, ഇങ്ങനെ സപ്പിളായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഇതിൻ്റെ റേറ്റ് 899 ഇത് 40 ml പ്രോഡക്റ്റ് ആണ്. ടിറയിലും നൈക്കയിലും സെയിം റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 2-3 രാത്രിയൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് നാൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും.
പിന്നെ ഇതിനകത്ത് സിക എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നറിയത്തില്ല. എന്തായാലും ഇതിനകത്ത് സികയുടെ പെർസെൻറ്റേജ് കുറച്ച് കുറവാണ്. അപ്പം ഇതിനേക്കാളും സിക പെർസെൻറ്റേജ് കൂടുതലുള്ള വേറൊരു മോയ്സ്ചറൈസറാണ് ഇത് പ്യൂരിറ്റോ വണ്ടർ റിലീഫ് അൺസെൻറ്റഡ് സെൻഡല്ല ക്രീമാണിത്. ഇതിനകത്ത് സികയും ഉണ്ട്, പിന്നെ സെറമൈഡ്സും ഉണ്ട്. അപ്പം ഇതും ഒരു കൊറിയൻ മോയ്സ്ചറൈസർ ആണ്. ഈ പ്യൂരിറ്റോയുടെ വണ്ടർ റിലീഫ് അൺസെൻറ്റഡ് സെറത്തിനെ കുറിച്ച് ഞാൻ സെറം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാരിയർ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ സ്കിൻ ബാരിയറിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സെറമാണത്. അപ്പം ഞാൻ ആ സെറത്തിനെ കുറിച്ച് ഞാൻ സെറം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ ഒരു സെയിം റേഞ്ചിൽ തന്നെ വരുന്ന മോയ്സ്ചറൈസർ ആണ്. പിന്നെ സെറത്തിൽ പെപ്റ്റൈഡ്സ് കൂടിയുണ്ട്. സെറത്തിനകത്ത് സിക്കയും സെറമൈഡും പെപ്റ്റൈഡ്സും ഉണ്ട്. ഈ മോയ്സ്ചറൈസറിൽ സിക്കയും സെറമൈഡ്സും മാത്രമേ ഉള്ളൂ. ലനീജിന് ഒരു 5th പൊസിഷൻ കൊടുത്തിട്ട് ഇതിനൊരു 6th പൊസിഷൻ കൊടുക്കാനുള്ള കാര്യം, ഒന്ന് ഇതിനകത്ത് സിക്കയുടെ പെർസെൻറ്റേജ് അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ സിക്ക ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ടെക്സ്ചറാണ്. ലനീജിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി തിക്ക് ടെക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഞാനൊരു 6th പൊസിഷൻ കൊടുത്തത്. ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. കണ്ടോ, മറ്റതിനേക്കാളും കുറച്ചും കൂടി തിക്കാണ്. പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് ബ്ലെൻഡ് ആവും. ഡ്രൈ സ്കിന്നിനൊക്കെ ചേരുന്ന ഒരു മോയ്സ്ചറൈസർ. മൂക്കുരുള്ള സ്കിന്നിന് സാലിസിലിക് ആസിഡ് സെറം ആണല്ലോ നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് സെറം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിക്ക ഇൻഗ്രീഡിയൻറ്റ് വരുന്ന മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ദിവസം യൂസ് ചെയ്യാം. സ്കിന്നിനെ ഒന്ന് സൂത്തൻ ചെയ്യാനും കാം ചെയ്യാനും ഒക്കെ പറ്റും. ഇനി ഇത് ഞാൻ മാക്രോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് നൈക്കയിലും ടിറയിലും ഒന്നുമില്ല. മാക്രോണിൽ ഇതിൻ്റെ റേറ്റ് 498 ഇത് മിനിയാണ് 15 ml. പിന്നെ പൊതുവേ നമ്മളെയൊക്കെ ഒരു വിചാരമാണ് ഓയിലി സ്കിന്നിന് മാത്രമേ മുഖക്കുരു വരൂ എന്നത്. പക്ഷെ അല്ല, ഡ്രൈ സ്കിന്നിന് മുഖക്കുരു വരും. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മുഖക്കുരു വരുമ്പം അതൊരു ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ്. കാരണം മുഖക്കുരുവിനെ ട്രീറ്റ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ഇട്ടാലും നമ്മളെ സ്കിന്ന് ഡ്രൈ ആവും. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മുഖക്കുരുവും കൂടെ ഉണ്ടെങ്കിൽ ഈ മുഖക്കുരുവിനെ ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോഡക്ട്സും കൂടെ ഇടുമ്പം സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആവും. അപ്പോൾ ഈ ഡ്രൈനെസ് ഉള്ളവർക്ക് എത്ര ഹൈഡ്രേറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ഇട്ടാലും അവർക്ക് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും. ഞാനൊരു 2 മോയ്സ്ചറൈസേഴ്സും കൂടെ പറയാം. ഈ 2 മോയ്സ്ചറൈസേഴ്സും ഡ്രൈ സ്കിന്നിന് നല്ല ചേരുന്ന മോയ്സ്ചറൈസേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2 മോയ്സ്ചറൈസേഴ്സും കൂടെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു എസ്റ്റ്യൂറയുടെ ഓട്ടോ ബാരിയർ 365 ക്രീം. ഇത് ഒരു കൊറിയൻ പ്രോഡക്റ്റ് ആണ്. ഈ ഒരു മോയ്സ്ചറൈസറിനെ ഞാൻ 7th പൊസിഷനിലാക്കിയത്. 8th പൊസിഷനിലേക്ക് ഒരു ബാം മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഈ ഒരു ബാം ടെക്സ്ചർ ആയതുകൊണ്ടാണ് അത് 8th ആയത്. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു ജീവൻ കൊടുക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഇത് അത്രയും ഹൈഡ്രേഷൻ കൊടുക്കും. ആക്നി പ്രോൺ സ്കിന്നിനും ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. ഇതൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് ഇത് ചേരത്തില്ല. ഇത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കൊടുക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണിത്. ഒരു വരണ്ട് വലിഞ്ഞിരിക്കുന്ന സ്കിന്നിന് ഒരു ജീവൻ ഉള്ള ഒരു മോയ്സ്ചറൈസർ ആണിത്. അപ്പൊ അത്രയും ഒരു പവർ ഈ ഒരു മോയ്സ്ചറൈസറിന് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഇത് 1400 ആണ് ഇതിനകത്ത് നൈക്കയിലെ റേറ്റ്. അപ്പൊ ഇതിന്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സെറമൈഡ്സ് ആണ്. ഈ സെറമൈഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാനും പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഇതിനകത്ത് സെറമൈഡ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ചെറിയ ചെറിയ തരിതരിപ്പായിട്ടുണ്ട്, അത് സെറമൈഡ്സ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ചെറിയ ചെറിയ തരിതരിപ്പായിട്ടുള്ളതാണ് സെറമൈഡ്സ്. അത് സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആവും. ഡ്രൈ ആക്നി പ്രോൺ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റി ആസിഡ് ഉണ്ട്, സ്കോലൈൻ ഉണ്ട്. ഇതൊക്കെ ഹൈഡ്രേഷനും നറിഷ്മെന്റും ഒക്കെ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ 8th പൊസിഷനിലുള്ള മോയ്സ്ചറൈസർ ഇതാണ് ബയോഡെർമയുടെ അറ്റോഡം ഇന്റൻസീവ് ബാം. ഇതൊരു ബാം ടെക്സ്ചർ ആയതുകൊണ്ടാണ് ഇതിന് ഞാൻ ഈ ഒരു 8th പൊസിഷൻ കൊടുത്തത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് എക്സ്ട്രീം ഡ്രൈനെസ് ആയിട്ടുള്ളവരാണ്. അതായത് ഇനി ഇതിനപ്പുറം ഒരു ഡ്രൈനെസ് ഇല്ല, അത്രയും ഡ്രൈനെസ് ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറിന്റെ ആവശ്യമുള്ളൂ. അത്രയും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു അൾട്രാ സൂട്ടിംഗ് ബാം ആണെന്ന്. അതായത് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ മാത്രമല്ല വേറെ എന്തെങ്കിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ കാം ചെയ്യും. കണ്ടോ, ഭയങ്കര ഒരു തിക്ക്
കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ബോഡിയിലെ സ്കിന്നിനും എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ വരുമ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഡ്രൈനെസ്സിനും നല്ലതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും സ്കിന്നിൽ ഇങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ വരുമ്പോൾ അതിന് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടും. ഇതിന്റെ റേറ്റ് 474 ടിറയില്, നൈക്കയിൽ 522. ഇത് 45 ml ആണ്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നിയാസിനമൈഡും ഉണ്ട്, പിന്നെ ഹൈഡ്രേഷനും സ്കിൻ സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ മുഖക്കുരുവുള്ള സ്കിന്നിന് ചേരുന്ന മോയ്സ്ചറൈസർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.